ഡോക്ടർ, ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ വായിൽ വരുന്ന പല പാടുകളും ഇത്തരത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ അൾസറോ ഒക്കെ ആയി മാറാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും നമ്മുടെ വായ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവായ ഒരു പാർട്ടാണ്. നമുക്ക് പലതരത്തിലുള്ള തടുപ്പുകളും വ്രണങ്ങളും എല്ലാം വരുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം തരത്തിലും നിറത്തിലുമുള്ള പാടുകളും വ്രണങ്ങളും തടുപ്പുകളും മറ്റും കണ്ടാലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അവതാരക പറഞ്ഞതുപോലെ നമ്മുടെ വായിൽ ചെറിയ വ്രണങ്ങൾ മുതൽ വലിയ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന വലിയ വ്രണങ്ങൾ വരെ വായിൽ വരാം. അതുപോലെ തന്നെ വായിലെ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണാടിയായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാകുന്ന പല അസുഖങ്ങളും നമുക്ക് വായിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വായിൽ മാത്രമായും നമുക്ക് ഈ പറഞ്ഞ വ്രണങ്ങളും പല നിറത്തിലുള്ള പാടുകളും കാണാം. ഏറ്റവും കോമണായി വായിൽ കാണുന്നത് വെളുത്ത പാടുകളും ചുമന്ന പാടുകളുമാണ്. വെളുത്ത പാടുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ചില പാടുകൾ നമ്മളിങ്ങനെ തുടച്ച് സ്ക്രേപ്പബിൾ എന്നും പറയും. അതായത് നമ്മളതിനെ തുടച്ച് കഴിയുമ്പോൾ ആ പാടുകൾ മാറും. അത് ഏറ്റവും കൂടുതലായി കാണുന്നത് ഈ പൂപ്പൽ രോഗങ്ങൾ ഉള്ളപ്പോഴാണ്. അല്ലാത്ത ചില പാടുകൾ, വെള്ളപ്പാടുകൾ നമ്മളിനി തുടച്ചാലും എന്ത് ചെയ്താലും അത് മാറാതെ തന്നെ നിൽക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ പാടുകളാണ്. അതുപോലെ ചുമന്ന പാടുകളും കാണും. ഈ ചുമന്ന പാടുകൾ ചിലപ്പോൾ വ്രണങ്ങളായി കാണാം. അതല്ലാതെ ഈ വെള്ളപ്പാടുകളുമായി സമ്മിശ്രമായി ചുവപ്പും വെള്ള നിറത്തിലുള്ള പാടുകളും ഒക്കെ നമുക്ക് വായിൽ കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിപ്പം ഒരു വിളർച്ചയുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ മൊത്തത്തിൽ ഒരു ചെറിയ പെയിൽനെസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പിങ്ക് കളറാണ് നമുക്ക് വായിലെ തൊലിക്കുള്ളത്, അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ വാ മൊത്തം മഞ്ഞ കളറിൽ കാണപ്പെടും. വായിലെ ആ തൊലിക്ക് നല്ല മഞ്ഞ നിറം കാണാൻ സാധിക്കും. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ വായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അല്ലാതെ പറഞ്ഞ വായിലെ ഈ വെള്ളപ്പാടുകളും ചുമന്ന പാടുകളും വായിൽ മാത്രമായിട്ട് കാണും. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ വെള്ളപ്പാടുകൾ വരുന്നത് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ കാൻഡിഡിയാസിസ് ഓർ പൂപ്പൽ രോഗം കൊണ്ടാണ്. അതല്ലാതെ ഈ പുകയില, മദ്യപാനം അല്ലെങ്കിൽ പുകയില ചവയ്ക്കുക എന്നീ ദുശീലങ്ങളുള്ളവർക്ക് വായിൽ ക്യാൻസറിന് മുന്നോടിയായിട്ടും വായിൽ വെള്ളപ്പാടുകൾ കാണാം.